ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് റൈഡ് പോവാണ്. ചെറിയ റൈഡാണ്, മോർണിംഗ് റൈഡ്. അതൊരു ഹിൽ വ്യൂ പോയിന്റിലോട്ട് പോവാണ്. എങ്ങനെയുണ്ടെന്ന് അറിയില്ല, ഇതായാലും നമുക്ക് പോവാം. ഇനിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മളിപ്പം വെച്ചി എന്ന് പറഞ്ഞ പ്ലേസിൽ എത്താറായി. വെച്ചി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ രണ്ട് സൈഡും കൃഷി, നെൽപ്പാടവും അത് ഇതൊക്കെയാണ്, ചോളമൊക്കെയാണ്. നമ്മളീ പോകുന്ന സ്ഥലം അംബോലി എന്ന് പറയും. അത് ആക്ച്വലി മഹാരാഷ്ട്രയാണ്. കർണാടക കഴിഞ്ഞൊരു മഹാരാഷ്ട്രയിലാണ് ആ പ്ലേസ് ഉള്ളത്. അംബോലിയിൽ കുറേ വ്യൂ പോയിൻറ്റ്സും വാട്ടർഫാളൊക്കെ ഉണ്ട്. വാട്ടർഫാളിലൊക്കെ ഇപ്പോൾ വെള്ളം കാണാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് നമ്മളൊരു ഹിൽ വ്യൂ പോയിന്റ് നോക്കിപ്പോവാണ്. നല്ല തണുപ്പുണ്ട്. ഇപ്പം ജനുവരിയാണ്, ടൈം ഓൾമോസ്റ്റ് 6:30 കഴിഞ്ഞു. നല്ല മഞ്ഞും തണുപ്പുണ്ട്. ഒരു രക്ഷയില്ല അല്ലേ? എന്ത് മഞ്ഞാ നോക്കിയ രണ്ട് സൈഡിലും. നല്ല തണുപ്പും മഞ്ഞും. പുള്ളി തന്നെ മേളില്. നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. സമയം 7 മണി കഴിഞ്ഞു, എന്നിട്ടും തണുപ്പിനൊരു കുറവില്ല. നമ്മൾ പതുക്കെയാണ് തണുപ്പായതുകൊണ്ട് പോകുന്നത്. കൈയൊക്കെ മരവിച്ച് തുടങ്ങി. ഇവിടുത്തെ നാട്ടുകാരെയൊക്കെ സമ്മതിക്കണം. ഒരു രക്ഷയില്ലാത്ത തണുപ്പുണ്ട്. കുറച്ച് ദൂരം റോഡൊക്കെ ഇച്ചിരി മോശമായിരുന്നു, പക്ഷേ പിന്നെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇതൊക്കെ നല്ല വഴിയാണ്. നമ്മൾ മഹാരാഷ്ട്ര ബോർഡർ കഴിഞ്ഞെന്ന് തോന്നുന്നു. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ തണുപ്പിന് ഒരു കുറവില്ല. നല്ല ഉഗ്രം തണുപ്പാണ്. അതുകൊണ്ടാന്ന് തോന്നുന്നു ഇവിടെ നാട്ടുകാരൊന്നും വെളിയിലിറങ്ങാത്തെ ഈ സമയത്ത്. കണ്ടോ, പോകുന്നവരെല്ലാം സ്വെറ്ററൊക്കെ ഇട്ടിട്ട് പോകുന്നത്. നമ്മൾ വന്ന വഴി മുഴുവൻ ഇങ്ങനെയാണ്, കണ്ടില്ലേ? രണ്ട് സൈഡിലും ഇങ്ങനെ മരങ്ങളും കൃഷിസ്ഥലങ്ങളും. നടുക്കൂടെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് ഉണ്ടല്ലോ, ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് ഗട്ടറൊക്കെ ഉള്ള റോഡും. നല്ല തണുപ്പും. തണുപ്പ് സത്യത്തിൽ സഹിക്കാൻ വയ്യ. ജാക്കറ്റും ഗ്ലൗസും ഇട്ടിട്ടും പോലും തണുക്കുന്നു. നമ്മൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 45 കിലോമീറ്ററിന് മുകളിലായി. പക്ഷേ ഇപ്പോഴും എൻജിൻ 70 ഡിഗ്രി കൂളിംഗ് ടെമ്പറേച്ചർ അത്രേ ആയിട്ടുള്ളൂ. കാരണം അതുപോലെ തണുപ്പുണ്ട്. അത് നമ്മൾ പതുക്കെയാണ് പോകുന്നത്. ഗിയറൊക്കെ മാറി വണ്ടി വഴി കൂടെയൊക്കെ അല്ലേ. സാധാരണ ഹീറ്റ് ഒരു 80 ആകുമ്പോൾ അല്ലെ 90 അടുത്തെങ്കിലും വരേണ്ടതാണ്. ഇപ്പോൾ തീരെ 70. കാരണം അതുപോലെ തണുപ്പാണ്. എനിക്കിനൊന്നും ചൂടാകാനുള്ള സമയം കിട്ടുന്നില്ലെന്ന് തോന്നുന്നു.
നമ്മളങ്ങനെ ഒരു ഫോറസ്റ്റ് റൂട്ടിലോട്ട് കയറിയിട്ടുണ്ട്. ഇപ്പോൾ റോഡ് അത്യാവശ്യം നല്ലതായിട്ടുണ്ട്. ആ എന്തോ ഒരു സാധനം കയറിപ്പോയി, കീരിയാന്ന് തോന്നുന്നു. നല്ല രസമുണ്ടല്ലേ? ഓ ഇവിടൊക്കെ ആനയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അല്ല, ആനയെന്നുള്ള ബോർഡുണ്ട്. പിന്നെ ആന ക്രോസ്, എലിഫന്റ് ക്രോസിംഗ് സോൺ എന്ന് ബോർഡ് കാണുമ്പോ പിന്നെ ആന ഉണ്ടായിരിക്കുമല്ലോ. സോ നമ്മൾ അവിടുന്ന് ആ റൂട്ടിൽ നിന്ന് ഒരു റൈറ്റ് എടുത്തിട്ടുണ്ട്. പട്ടികളെല്ലാം കൂടെ വരുന്നല്ലോ. കൊള്ളാല്ലേ? വഴി ഇച്ചിരി മോശമാണെങ്കിലും അതെ, ഇവിടെന്തോ ഒരു ചെക്ക് പോസ്റ്റോ ചുമ്മാ ഒരു സാധനം. ഇതാ അങ്ങ് രാത്രിയിലൊക്കെ ഇത് അടച്ചു വെക്കുമായിരിക്കും. ആ നല്ല ഭംഗിയുണ്ടല്ലേ? ഈ ആനയൊന്നും ഇങ്ങനെ കാണത്തില്ലായിരിക്കാം. രാത്രി കരടിയൊക്കെ ഇറങ്ങുന്നൊക്കെ. ആ വൈഡ് നൈസ് 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 നൈസ്. ഇത് ശരിക്കും ഒരു കാടാണ്. പക്ഷെ പ്രശ്നം, എന്തേലും ഒരു മൃഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിക്കാനുള്ള വീതിയില്ല റോഡിന്. അവരെല്ലാം തിരിച്ചു പോയി സൺറൈസ് കണ്ടിട്ട്. ഇനിയിപ്പോൾ വെയിലായിരിക്കും അവിടെ. നമ്മൾ കൊടൈക്കനാലൊക്കെ പോകുമ്പോഴുള്ള റൂട്ട് ഇങ്ങനെ കുറച്ച് റൂട്ടുണ്ട്. സോ നമ്മൾ ഈ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്തോ ഒന്ന് കാണാം. ഞങ്ങൾ മാത്രമേ, ബാക്കി എല്ലാവരും തിരിച്ചു പോയി. സൺറൈസൊക്കെ കണ്ടിട്ട് പോയാന്ന് തോന്നുന്നു.
ആക്ച്വലി ഇതൊരു ഫോർട്ട് പോലാണ്. ഇത് പണ്ട് സാവന്ത്വാടി റൂളേഴ്സ് എന്ന് പറഞ്ഞ റൂളേഴ്സ് മഹാരാഷ്ട്രയ്ക്ക് അടുത്തുള്ളതാണ്. അവർ ട്രേഡ് റൂട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. അവരുടെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രേഡ് ചെയ്യുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പണിഞ്ഞ ഒരു ഫോർട്ട് പോലുള്ള ഒരു ഏരിയ ആണെന്നാണ് പറയാറ്. ഞാൻ കണ്ടിട്ട് ഇതാണ് എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ. പക്ഷേ ഒരു വിഷ്വൽ ബ്യൂട്ടി തന്നെയാണ് ഈ ഭാഗം. അങ്ങോട്ടൊക്കെ നടക്കണമെന്നുണ്ട്, പക്ഷെ നല്ല ദൂരമുണ്ട് അതൊക്കെ. നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളതാനും ആരെങ്കിലും ഒരു കൂട്ടുണ്ടെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമല്ലേ, കാട് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല ഇതിൻ്റെ ഡെപ്ത്. അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു. പക്ഷേ അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന്, കണ്ടില്ലേ? കുറേ ഏരിയയുടെ വ്യൂ ഉണ്ട്, വൈഡ് വ്യൂ. ഒന്ന് അറിയിക്കേ. അതാ പറഞ്ഞ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ആളെക്കൊല്ലി മൃഗങ്ങളൊന്നും ഇല്ലെന്ന്. ആനയും കുറവാ, ചാൻസ് കുറവാ. കാരണം ഇത് കുത്തനെയുള്ള കയറ്റമല്ലേ, ആന കയറത്തില്ല. പക്ഷെ താഴെയൊക്കെ കാണും. നമുക്കണ്ട അങ്ങോട്ട് ഇറങ്ങി പോകാമായിരുന്നല്ലോ, നല്ല രസമുണ്ട് അവിടെ കാണാൻ അല്ലേ. ആ നടുക്ക് ഭാഗം കുറച്ച് പോച്ച മാത്രം അല്ലേ. എനിക്ക് തോന്നുന്നു ഇവിടെ പശുവിനെ ഇറക്കി വിടുമെന്ന് തോന്നുന്നു. ആൾക്കാർ മറ്റേ ഈ പശുവിനെ വളർത്തുന്നവരെ. കാരണം കുറച്ചിടം ഇങ്ങനെ തുറന്ന സ്ഥലത്ത് പോച്ച മാത്രമായിട്ടൊക്കെ നിൽക്കുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചു, ഇഡലിയും കോഫിയും. എന്നിട്ട് ഇവിടെ ഇപ്പോൾ ഇരുന്ന് മുട്ടായി തിന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് റേഞ്ച് പോകും. വേണ്ട നമ്മൾ മുമ്പേ അവിടെ വെച്ച് കണ്ട മല, അതിൻ്റെ മേളിൽ നല്ല നീളമുള്ളൊരു മല കണ്ടില്ലേ, കണ്ടോ? പക്ഷെ ഇപ്പം കണ്ടോ, വെയിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു ഭംഗി കിട്ടത്തില്ല. മഴക്കാലമൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. അതെ അതെ. നമ്മൾ ആ ഹൈവേയിൽ നിന്ന് തന്നെ ഒരു ലെഫ്റ്റ് എടുത്തിട്ടുണ്ട്. കവലേസർ പോയിന്റ്. ആ ഇറിഗേഷൻ കനാലല്ലേ? ഈ റൂട്ടാണ് ആ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉള്ളത്. പക്ഷെ ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്നും കാണത്തില്ല. ചുമ്മാ ലാൻഡ്സ്കേപ്പ് എൻജോയ് ചെയ്തിട്ട് വരും. ഓ ഗോഡ്, റോഡ് അത്ര ശരിയാണ്. ഇതെന്താണ്, കരിമ്പാണല്ലേ? അല്ല, ഇവിടെ എല്ലാം കരിമ്പിൻ്റെ കൃഷിയാണ്. ഇത് കണ്ടില്ലേ, ഇവർ ബണ്ട് കെട്ടി അടച്ചിരിക്കുകയാണ്. കാരണം കൃഷിക്ക് വേണ്ടി ആവശ്യത്തിന് വെള്ളം മാത്രം എടുക്കാൻ, കണ്ടോ? എന്നിട്ട് ആ കുറച്ച് എമൗണ്ട് വെള്ളമേ വരത്തുള്ളൂ, ബാക്കി അവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കും, കണ്ടോ? ഇങ്ങനെ ഡാം പോലെ. എന്നിട്ട് അതിങ്ങനെ ഓരോ കനാൽ വഴിയൊക്കെ മുമ്പേ കണ്ടില്ലേ, അങ്ങനെ അവർ യൂസ് ചെയ്യും. നമ്മൾ ആ റോഡിലോട്ട് കയറിയിട്ടുണ്ട്. കവലേസ്കർ പോയിന്റ് റോഡ് കൊള്ളാമല്ലേ? ഇതേതായാലും ടാർ ചെയ്താലും വൃത്തിക്ക്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പ്രോമിനൻ്റ്, ഇപ്പോൾ ഇച്ചിരി ഫേമസ് ആയി വരുന്ന പോയിന്റാന്ന് തോന്നുന്നു അല്ലേ? അതുകൊണ്ടാന്ന് തോന്നുന്നു അവരിപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോഴെങ്ങാണ്ട് പണിഞ്ഞ കോൺക്രീറ്റും പിന്നെ റോഡിൻ്റെ സൈഡിലോട്ട് അവർ മണ്ണിട്ട് നികത്തിയിട്ടുണ്ട്. അയ്യോ, അത് കഴിഞ്ഞ് ആ സുഖം അങ്ങ് തീർന്നു. അവിടുന്ന് വേണ്ട, എനിക്ക് തോന്നി കുറച്ച് ദൂരം അമ്മമാരങ്ങനെ സൂചിച്ച് പോകണ്ടാന്ന്. ആ ഒരു 100 മീറ്റർ അമ്മമാര് ഇല്ല. അത് കരിമ്പൊക്കെ അല്ലേ നിൽക്കുന്നേ? ആയിരിക്കും. എന്തൊരു പണ്ടാരും. നല്ല ഭംഗിയുണ്ട് ഈ റൂട്ട് ഫുള്ള്. ഒരു പ്രത്യേക കളറിലാണ് ഈ പോച്ചയ്ക്ക് വരെ അല്ലേ? ഈ പുല്ലിനൊക്കെ ഒരു നല്ല ഭംഗിയുള്ള കളറ്.
Yeah. അപ്പോൾ നമ്മൾ ആ വ്യൂ പോയിന്റിൽ നിന്ന് പോവാണ്, തിരിച്ചു പോവാണ്. ഇനിയിപ്പോൾ നേരെ നമ്മൾ റൂമിലോട്ടാണ് പോകുന്നത്, വീട്ടിലോട്ടാണ് പോകുന്നത്. ഇവിടെ ഇപ്പം ഉണക്കായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അവിടെ. ഇപ്പം ആ വെള്ളമൊക്കെ വറ്റിക്കിടക്കുവാണ്, കുറേ നാളായി മഴയൊക്കെ പെയ്തിട്ട്. അതുപോലെ ഇവിടെ എന്തോ പൂവൊക്കെ കളിക്കുന്ന ഇതാണ്, മൊത്തം പൂക്കളായിരിക്കും, യെല്ലോ ഫ്ലവേഴ്സ്. അതും ഇപ്പോൾ ഉണക്കായതുകൊണ്ടാണ് ഇല്ലാത്തത്. ഇനി മഴക്കാലത്ത് ഇങ്ങോട്ട് ഇറങ്ങണം. കണ്ടില്ല, അതുകൊണ്ട് ഈ യെല്ലോ ഫ്ലവേഴ്സ് ഫുള്ള് നിൽക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ അതത്ര ഇല്ല, കൂടുതൽ ഉണക്കാം. പക്ഷേ നല്ല വ്യൂ പോയിൻ്റാണ്, നല്ല ഭംഗിയുണ്ട് അവിടെ. ഇപ്പോൾ ആൾക്കാർ വന്ന് തുടങ്ങി, അപ്പോഴത്തേനും നമ്മൾ ഇറങ്ങി. കാരണം 10 മണി കഴിഞ്ഞ്, അതുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏതായാലും തിരിച്ചു പോകണം. നല്ല ലാൻഡ്സ്കേപ്പ്, ഒരു പ്രത്യേക ഇത്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതേതോ താഴ്ന്ന പ്രദേശമാണ്, പക്ഷേ ആ വ്യൂ പോയിൻ്റ് അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ അത്ര ഉയരത്തിലാണെന്ന് മനസ്സിലാവുന്നത്. ശരിക്കും ഇത് ഫുൾ ഏരിയ ഇച്ചിരി ഹൈ ആൾട്ടിറ്റ്യൂഡല്ല, അതുകൊണ്ടാണ് നമ്മൾ രാവിലെ വന്നപ്പോൾ അത്രയും തണുപ്പ് അടിച്ചത്. ഞങ്ങൾ തമ്മിൽ ആക്ച്വലി ഇപ്പോൾ ഒരു ആർഗ്യുമെൻറ്റിലാണ്. അതായത് രാവിലെ ആയിരുന്നു സുഖം, ഇപ്പോൾ ഉച്ചയ്ക്ക് ഈ വെയിൽ വന്നിട്ടാണ് സുഖം. നിങ്ങൾ പറ, നിങ്ങൾക്ക് ഏത് ക്ലൈമറ്റാണ് ഇഷ്ടമെന്ന് പറയണേ. എനിക്ക് രാവിലെ ആ മഞ്ഞത്തും തണുപ്പത്തും വരുന്നതാണ് ഇഷ്ടം. അങ്ങനെ ടയേർഡ് ആവത്തില്ല, തണുപ്പടിക്കും അത് ഓക്കെ, അല്ലാതെ നമ്മൾ ടയേർഡോ ഒന്നും ആവാതെ ചില്ലായിട്ട് വരാം. ഇവർക്ക് പക്ഷെ പറയുന്നത് വെയിലായി കഴിയുമ്പോഴാണ് സുഖം, തണുക്കത്തില്ല, അതായതാണ്. ഇതിലേതാണ് ബെറ്ററെന്ന്, നിങ്ങൾക്ക് ഏതാണ് ബെറ്ററെന്ന് പറയണേ. അങ്ങനെ നമ്മൾ തിരിച്ചെത്താറായിട്ടുണ്ട്, ഇനിയും കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. മാത്രമല്ല ഇപ്പോൾ 11 മണിയായി, പ്രത്യേകിച്ച് കാണാൻ ഇനിയും വലിയ കാഴ്ചകളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.